ഒരു നാളിൽ പടിവാതിൽ നിൽക്കുന്നുണ്ട്, ഒരു വിളിയാളം കേൾക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ചീര കൊണ്ട് ഒരു കറി ഉണ്ടാക്കാനൊരു ആഗ്രഹം കേട്ടോ. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടാ. നമ്മളെ പറമ്പിൽ കുറേ ചീരകളുണ്ട് കേട്ടോ. തന്നെ മുളച്ചതൊന്നല്ല കേട്ടോ, നമ്മൾ നട്ട് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ കുറേയൊക്കെ തന്നെ മുളച്ചതുകൊണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ നട്ടിട്ട് തന്നെ ഉണ്ടാക്കിയത്. ഇതുകൊണ്ട് ഒരുപാട് ഇലകൾ ഞങ്ങൾ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ചെറിയ ചെറിയ ഇലകളായി മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറേ മുറിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഈ പൂവുകൾ വന്ന് നിറയും കേട്ടോ. അപ്പം നമ്മൾ ഇടയ്ക്ക് പൂവുകളൊക്കെ ഇങ്ങനെ വെട്ടി വെട്ടി കൊടുക്കണം കേട്ടോ. എന്നാലും പുതിയ പുതിയ തണ്ടുകളും ഇലകളൊക്കെ വന്ന് നിറയുള്ളൂ കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ പൂവുകൾ വീണിടത്തൊക്കെ ഇതിൻ്റെ വിത്ത് വീണ് പുതിയ പുതിയ ചെടികൾ മുളക്കൂട്ടാ. അങ്ങനെ ഞാൻ ഇതിൻ്റെ പൂവുകളൊക്കെ കുറേ ഇങ്ങനെ വെട്ടിക്കൊടുത്തിട്ടാ. പിന്നെ നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. മുളക്, വേപ്പില അങ്ങനത്തെ കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വേപ്പില പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് വേപ്പിലമ്മ അതെ കുറേ കേടായ ഇലകളൊക്കെ ഉണ്ടായിരുന്നിട്ട് കമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വേപ്പിലയും പൊട്ടിച്ച് അതിൻ്റെ തണ്ടുകളൊക്കെ കേടായ തണ്ടുകളൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടാ. മഴക്കാലമല്ലേ, പിന്നെ നമ്മൾ തന്നെ മുളച്ച് വന്നോളൂ. വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ തണ്ടുകളൊക്കെ വരും. അങ്ങനെയാണല്ലോ എല്ലാ ചെടികൾക്കും. അതുപോലെ തന്നെ ഉണ്ടായി ഈ ചീരകൾക്കും വേപ്പിലകൾക്കൊക്കെ. അങ്ങനെ കുറച്ച് വേപ്പില എടുത്ത് അതിൻ്റെ കേടായ തണ്ടുകളൊക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് മുളക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാ. മുളകും ഇതിൻ്റെ സൈഡിൽ തന്നെ കുറച്ചധികം മുളകൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് വലിയൊരു വേപ്പും തൈ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ കമ്പുകളൊക്കെ ഒടിച്ചു കൊടുത്ത് കുറേ കേടായി പോയതാണ്. പിന്നെ നമ്മൾ മുളക് പൊട്ടിക്കാൻ വന്നിട്ടാ. മുളകും അത് ഇഷ്ടംപോലെ മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ വെള്ള കളറിലുള്ള മുളകാണിത്. നല്ല എരിവാണ് ഈ മുളകിന് കേട്ടോ. അതിൽ നിന്നും കുറച്ച് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അതിൽ നിന്നും കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ചമ്മന്തി അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുളകിൻ്റെ ഒരു സ്മെല്ലുണ്ട്, അടിപൊളി ഇട്ടാ. നമുക്ക് ഒരു ചോറ് തിന്നാനായിട്ട്, എനിക്കൊക്കെ ചോറ് തിന്നാനായിട്ട് ഈ മുളക് മാത്രം മതി ഇട്ടാ. അങ്ങനെയുണ്ട്. പക്ഷെ നല്ല സ്മെല്ലും നല്ല എരിവുള്ള മുളകാണിട്ടത്. അങ്ങനെ നമ്മൾ ചീരക്കറി വെക്കാൻ റെഡിയാക്കാൻ പോയിട്ടോ.